ഹായ് ഫ്രണ്ട്സ്, മയലക്ടറിൻ്റെ ഒരു പുത്തനൊരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരുടെ വീട്ടിലും സ്റ്റാർ തൂക്കിയിട്ടുണ്ടാവും ക്രിസ്മസ് ആയതുകൊണ്ട്. അപ്പം പലരും പല വർണ്ണത്തിലുള്ളതും പല ടൈപ്പിലുള്ള സ്റ്റാറും തൂക്കിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഇന്ന് ഒരു LED സ്റ്റാർ നിർമ്മിക്കാൻ പോവുകയാണ്. വലിയ പണിയൊന്നുമില്ല. ഇതിൻ്റെ മെറ്റീരിയൽസ് നമുക്ക് ലോക്കലായിട്ട് നമുക്ക് കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. അത്ര വലിയ പ്രൊജക്റ്റ് പോലെ ചെയ്യുന്നൊന്നുമല്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇലക്ട്രിക്കൽ വർക്കായതുകൊണ്ട്, കറണ്ടിൽ പണിയുന്നതായതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ടൊന്ന് ചെയ്ത് നോക്കുക. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സ്റ്റാർ. പ്ലാസ്റ്റിക്കാണ് സാധനം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ നോബുണ്ട്, ഒരു ചെറിയൊരു നോബുണ്ട്. ഈ നോബും ഒരു LED കൂടെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കുകയാണ്. അതിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ സർക്യൂട്ട് ബോക്സ് ആണ്. നമ്മുടെ ഉപയോഗിക്കുന്ന സർക്യൂട്ട്, അതായത് AC-നെ DC ആക്കുന്ന സർക്യൂട്ട് വെക്കുന്ന ബോക്സാണ്. ഇനി വയറ് വേണം. ഉപയോഗിക്കുന്ന ഒരു റെസിസ്റ്റർ ഉണ്ട്, 470 ഓം. 1 വാട്ട്സിൻ്റെ റെസിസ്റ്റർ വേണം. ചെറിയ വാട്ട്സ് പോരാ, 1 വാട്ട്സ് തന്നെ വേണം. പിന്നെയുള്ളത് കപ്പാസിറ്റർ 225J 400 വാൾട്ടാണ്. പിന്നെ ഡയോഡ്, 4 ഡയോഡ് വേണം ബ്രിഡ്ജിനായിട്ട്. IN4007 ആണ് അതിൻ്റെ നമ്പർ. കപ്പാസിറ്റർ ഉണ്ട്. കപ്പാസിറ്റർ പൊളാരിറ്റി ഉള്ള കപ്പാസിറ്ററാണ്. 2200 UF 25 വാൾട്ട്. പിന്നെ LED ആണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ ആവശ്യത്തിന് LED-കൾ എടുക്കാം. സോൾഡറിങ് അയൺ, പേസ്റ്റ്, ലെഡ്. ഈ സർക്യൂട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. അതായത് എന്തൊക്കെയാണ്, ഇത് ഡയോഡാണ്. നമ്മൾ ബ്രിഡ്ജ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഡയോഡ്. കപ്പാസിറ്റർ, ഈ കപ്പാസിറ്റർ, ഈ ബ്രിഡ്ജ് ജസ്റ്റ് ഞാനൊന്ന് മാറ്റുവാണ്. ഈ ബ്രിഡ്ജ് നേരിട്ട് കറണ്ട് കൊടുക്കാൻ പാകത്തിന് കപ്പാസിറ്റർ ഇവിടെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് കപ്പാസിറ്റർ കൊടുക്കാം. ആ കപ്പാസിറ്ററിന്റെ തൊട്ട് താഴെ തന്നെയാണ് റെസിസ്റ്ററും കൊടുക്കേണ്ടത്. ഇതാണ് ഇതിന്റെ സർക്യൂട്ട്. ഈ റെസിസ്റ്റർ അതിന്റെ താഴെ കൊടുക്കാനുള്ളതാണ്. സർക്യൂട്ട് കണ്ടിട്ട് മനസ്സിലാകുന്നതിന് കുഴപ്പമില്ല, ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ LED കൊടുക്കുന്നതാണ് മേലെ. അപ്പോൾ നമുക്കിത് ഇനി വയറ് കണക്ട് ചെയ്യുന്ന രീതിയാണ്. നീട്ടമുള്ള ഒരു വയർ എടുത്തിട്ട് 15 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള വയറ് മുറിച്ചിട്ട് അതിൽ കണക്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ട രീതി. ഇനി നമ്മൾ ബ്രിഡ്ജ് ചെയ്യാൻ അറിയത്തില്ലാത്തവരോട് ഞാൻ പറയുകയാണ്, ബ്രിഡ്ജ് ചെയ്യേണ്ട രീതി. ഡയോഡിൻ്റെ വരയുള്ള ഭാഗം, 2 വരയുള്ള ഭാഗവും കൂട്ടിപ്പിരിച്ച് വെക്കുക. അതിനുശേഷം 2 വര ഇല്ലാത്ത ഭാഗവും എടുത്തിട്ട് കൂട്ടിപ്പിരിച്ച് വെക്കുക. ഇനി എങ്ങനെ കണക്ട് ചെയ്താലും കുഴപ്പമില്ല. ഒരു വരയുള്ള ഭാഗവും ഒരു വരയില്ലാത്ത ഭാഗവും നമുക്ക് കിട്ടും. അവിടെയാണ് AC കൊടുക്കേണ്ടത്. ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയാം. ഇനി കപ്പാസിറ്ററിൽ റെസിസ്റ്റർ ഫിറ്റ് ചെയ്യേണ്ടത്, അതേ കാലിൽ ഇങ്ങനെ പിരിച്ച് വെച്ചാൽ നമുക്ക് സോൾഡർ ചെയ്യാൻ എളുപ്പമാണ്. ഇങ്ങനെ അങ്ങ് പിരിച്ച് വെച്ചാൽ മതി. രണ്ട് ഭാഗവും പിരിച്ച് വെക്കാം. ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് വെക്കാം. ഇനി ഇത് ഫിൽട്ടർ ചെയ്യാനായിട്ട് കപ്പാസിറ്റർ കൊടുക്കേണ്ട രീതിയാണ്. ഡയോഡിൻ്റെ വരയുള്ള ഭാഗത്ത് കപ്പാസിറ്ററിൻ്റെ വരയില്ലാത്ത ഭാഗവും, കപ്പാസിറ്ററിൻ്റെ വരയുള്ള ഭാഗത്ത് ഡയോഡിൻ്റെ വരയില്ലാത്ത ഭാഗവും
ആണ് വരുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഇനി ഈ കപ്പാസിറ്റർ ഇതിൽ കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, ഒരു നെഗറ്റീവും, അതായത് ഒരു കപ്പാസിറ്റർ കൊടുത്ത പോളാരിറ്റിയിലായിരിക്കരുത്. ഡയോഡിൽ ഒരു വരയുള്ള ഭാഗവും വരയില്ലാത്ത ഭാഗവും വരുന്ന പോർഷനിലെ ഈ കപ്പാസിറ്റർ കൊടുക്കാവുള്ളൂ. വയർ നന്നായിട്ട് പിരിച്ചു വെച്ച് ആദ്യം വരച്ചുകൊണ്ട് നമുക്കിനി ഇവിടെ LED കൊടുക്കാം. LED കൊടുക്കാനായിട്ട് ഒരു തടിയിൽ ഹോളിഡോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ക്ലിപ്പോ എന്തെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് LED കൊടുക്കേണ്ട രീതി ഞാൻ ആദ്യം കാണിച്ചതുപോലെ തന്നെ 2 വയറെടുത്ത് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു LED കൂടെ നമുക്ക് സോൾഡർ ചെയ്യാം വയറിൽ. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു LED പോസിറ്റീവിൽ നിന്ന് മറ്റൊരു LED നെഗറ്റീവിലോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. LED കാല് നീട്ടമുള്ള ഭാഗം പോസിറ്റീവ്, നീട്ടമില്ലാത്ത ഭാഗം നെഗറ്റീവാണ്. വയറിൻ്റെ കണക്ഷൻസ് ഇപ്പം ഏകദേശം എല്ലാവർക്കും പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. വലിയ കൺഫ്യൂഷനൊന്നുമില്ല, എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സർക്യൂട്ടാണ്. ഇതിൽ വയറ് കണക്ട് ചെയ്യാം. വയറ് കണക്ട് ചെയ്തേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇങ്ങനെ പിടിക്കുമ്പോൾ എൻ്റെ ഇടത്ത് കയ്യിലുള്ള ഭാഗം AC-യും വലത്ത് കയ്യിലുള്ള ഭാഗം DC, അതായത് നമ്മൾ ബൾബിലോട്ട് കൊടുക്കേണ്ട പോർഷനുമാണ്. അത് മാറിപ്പോകരുത്. ഇനി ബോക്സ് അടച്ച് വെക്കുക. ബാക്കി LED കൂടെ കണക്ട് ചെയ്യുക. അതായത് നമ്മൾ 5 LED കൂടെ കണക്ട് ചെയ്യുക. ഓൾറെഡി 2 എണ്ണം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 3 എണ്ണം കൂടെ കണക്ട് ചെയ്തിട്ട് ആ ബോക്സ് അടയ്ക്കാം. നമുക്ക് LED ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. കത്തുന്നുണ്ട് LED എല്ലാം. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് കളർ മാറ്റുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയൊക്കെ ചെയ്യാം. ഇനി ഈ LED എങ്ങനെ സ്റ്റാറിൻ്റെ ഉള്ളിലിടാന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഈ ഒരു ചെറിയ നോബിനെ പറ്റി ഞാൻ ആദ്യം പറഞ്ഞ്, ആ നോബ് LED-ൻ്റെ 2 കാലിൻ്റെ സെൻറ്ററിൽ വെക്കുക. അതിനുശേഷം സൈഡിലായിട്ട് വയറ ഒരു വിടവുണ്ടാവും, ആ വിടവിൻ്റെ അവിടെ കണക്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം സ്റ്റാർ എടുത്തിട്ട് ആ ചെറിയ ഹോൾസിലോട്ട് മെല്ലെ കണക്ട് ചെയ്തിടുക. നമ്മുടെ സോൾഡർ ചെയ്ത വയറ് പൊട്ടാതെ മെല്ലെ കണക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒരു സ്റ്റാർ ഓക്കെ ആയി. ഇതുപോലെ തന്നെ നമുക്ക് 5 സ്റ്റാറും കണക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് ഓണാക്കി നോക്കാം. വീട്ടിലെ എവിടെയെങ്കിലും ഇങ്ങനെ തൂക്കാം. ഞാൻ വലിയ സ്റ്റാറിൻ്റെ ഒപ്പം തൂക്കി വെച്ചിരിക്കുകയാണ്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന വഴി ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. അതാദ്യം തന്നെ കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. മൈലക്ഷയുടെ പുതിയൊരു വീഡിയോയിൽ